ഉപ്പുപൊടി നമുക്കൊരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കർപ്പൂരമാണ് എടുക്കുന്നത്. 1-2 കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചതിന് ശേഷം ആ ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കുട്ടികൾ ഇട്ടുകൊണ്ട് വന്ന് ഷൂവിനകത്തോ അതല്ല എങ്കിൽ സോഫ സെറ്റിൻ്റെ ഇടയിലോ കബോർഡിൻ്റെ ഇടയിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് മാറിയിട്ട് നല്ലൊരു മണം ആയിരിക്കും. അത് മാത്രമല്ല പാറ്റയോ പല്ലിയോ എന്നും വന്നിരിക്കത്തില്ല. ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അറിയാമല്ലോ, കർപ്പൂരത്തിൻ്റെ സ്മെല്ലും പ്രത്യേകിച്ച് ഉപ്പും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അതേപോലെ ഈ ഒരു പൊടി തന്നെ നമുക്ക് നമ്മുടെ ടിന്നിനകത്ത്, നമ്മുടെ ഫുഡിൻ്റെയൊക്കെ കളയുന്ന ടിന്നുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്താക്കിയിട്ട് നമുക്ക് കിച്ചണിലോ അതല്ല ബാത്റൂമിലോ വാഷ് ബേസിൻ്റെ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. അവിടെ ഒരു പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരില്ല, നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയായ കൊച്ചു ടിപ്സുകളാണ് ഞാൻ കാണിച്ചത്.